ഹായ് ചങ്ങാതിമാരെ, എംസോൺ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തെങ്കാശിയിലേക്കാണ്. തൊട്ടുമുമ്പത്തെ പാർട്ട് നിങ്ങളെല്ലാം കണ്ടു വരുന്നു. തെങ്കാശി യാത്രയുടെ രണ്ടാം പാർട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളങ്ങനെ തെങ്കാശി ടൗണിൽ നിന്നും ഉച്ചയൂണെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റോസ്മല ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. തെങ്കാശിയിലെ വളരെ പ്രസിദ്ധമായ ഒരു പഴക്കം ചെന്ന ഒരു ഹോട്ടലാണ് റഹ്മത്ത് ഹോട്ടൽ. അവിടെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ യാത്ര റോസ്മലയിലേക്കാണ്. നമ്മളങ്ങനെ കാട്ടിലൂടെ ആ റോസ്മല ലക്ഷ്യമാക്കി പോവുകയാണ്. ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നും നമുക്കതിൻ്റെ വിശേഷമെല്ലാം കാണാം. ഓപ്പൺ ജീപ്പായതുകൊണ്ട് നല്ല യാത്ര നല്ല മനോഹരമാണ്. കണ്ടില്ലേ, ഞങ്ങളുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ യാത്രയുടെ ആ ഭംഗിയും ആ ഒരു മുഖപ്രസന്നതയും. നല്ല ഓഫ് റോഡ് ആയതുകൊണ്ടാണ് നല്ല കുലുക്കം. കാരണം ഓഫ് റോഡിന് പറ്റിയ ജീപ്പാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. കണ്ടില്ലേ, അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി കാട്ടിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഓക്കെ, അപ്പം യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ അങ്ങ് വിദൂരയിലൊരു ഓട്ടോറിക്ഷ പോകുന്ന കാണാം. കാരണം ഓട്ടോറിക്ഷയൊക്കെ ഈ റോഡിലൂടെ കയറ്റി വിടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒറ്റപ്പെട്ട വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അധികം വലിയ ഫോറസ്റ്റൊന്നും അല്ല. ഏകദേശം ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നൊരു കോൺക്രീറ്റ് റോഡ് വഴിയാണ്. ഇരുവശങ്ങളിലും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തു കൂടിയാണ് യാത്ര. നമ്മളങ്ങനെ പോകുമ്പോൾ അവിടുത്തെ രണ്ട് വഴിയുണ്ട്. രാജാത്തോട്ടം, അങ്ങോട്ട് പോകുന്ന ആ രാജാത്തോട്ടം. നമ്മൾ നേരെ പോകുന്ന റോസ്മലയിലേക്കാണ്. മഴ സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരുപാട് അരുവികളും പുഴകളും കാണാം. നമ്മളങ്ങനെ ഫോറസ്റ്റിനുള്ളിൽ കയറുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ആ ഭാഗത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരു പഴയ ഒരു മുറുക്കാൻകട കാണുകയുണ്ടായി. കാരണം അവിടെ പഴയ കടലമുട്ടായി, മക്രോണി, അതുപോലെ തന്നെ ചായയുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു ചായ ഈ രീതിയിലുള്ള. അത് ഞങ്ങൾ നോക്കിയാൽ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമായ പഴം കണ്ട് ആ പഴം ഞങ്ങൾ 1 കിലോ എന്നും പറയും മേടിച്ച്. അതിൻ്റെ ടേസ്റ്റ് കാരണം 2 കിലോ ആക്കി. കാളാമുണ്ടം മാത്രം ആക്കാമെന്ന് ഓർത്താം. പിന്നെ തിരിച്ച് വരണ്ട കൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി. അങ്ങനെ ഞങ്ങളുടെ വാഹനത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ല അടിപൊളി നാടൻ റോബസ്റ്റ പഴം ഞങ്ങളങ്ങനെ തിന്നുകയാണ്. പുലിയുണ്ട്, പിന്നെ കഴുകയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, ആന ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. ഇത് ഏതൊക്കെ സമയത്ത് ഇറങ്ങും സാധാരണ? രാവിലെ 6:30, 6:40 വൈകുന്നേരം. പുലിവിന് ഏത് സമയം ചേട്ടൻ കണ്ടിട്ടുണ്ട്? അങ്ങനെ ഉപദ്രവിക്കുവോ? ഇല്ല, ആടും എല്ലാത്തിനും കൊണ്ടുപോകും അല്ലേ? പട്ടി നമ്മൾ പഴം കഴിക്കുന്നതിനിടയിൽ ആ ചേട്ടനോട് ചോദിച്ചതിന് മനസ്സിലായി ആട്, കോഴി തുടങ്ങിയ
വീട്ടിൽ വളർത്തുന്ന ജീവികൾ വാഴാത്തൊരു കാടാണ്. എപ്രകാരം എന്ന് വെച്ചാൽ നമ്മളെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുലിയോ കടുവയോ അങ്ങനെയുള്ള വന്യജീവികൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് ആ ചേട്ടൻ പറഞ്ഞത് കോഴി, ആട് തുടങ്ങിയ വളർത്തു മൃഗങ്ങൾ ഈ കാട്ടിൽ വാഴില്ല എന്ന് പറഞ്ഞത്. ഏതൊക്കെയാലും നല്ല മനോഹരമായ യാത്രയായിരുന്നു. അപ്പം ഏതൊക്കെയാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ